അവിടെ തീർന്നില്ല. അതിനുശേഷം ഡി സിയുടെ മുമ്പിൽ ഈ വിഷയം വരുന്നു. ജില്ലാ കമ്മിറ്റി ചെയ്തെന്താ, ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. എന്നിട്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നു. ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കേൾക്കുന്നു. വി കുഞ്ഞികൃഷ്ണൻ മുതൽ വ്യത്യസ്ത അഭിപ്രായമുള്ള മുഴുവൻ ആളുകളെയും കേൾക്കുന്നു. അവർക്കെല്ലാം നൽകാൻ വേണ്ടി കഴിയുന്ന തെളിവ് ശേഖരിക്കുന്നു. ഈ 3 ഓഡിറ്റർമാരെ മുഴുവൻ കേൾക്കുന്നു. എന്നിട്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി ഡി സിക്ക് നൽകുന്നു. അതിനുശേഷം ഡി സി ചെയ്തെന്താ, ചർച്ച ചെയ്തിട്ട് വ്യക്തത വരുത്തേണ്ട കാര്യം അന്വേഷണ കമ്മീഷൻ്റെ ഓഡിറ്റർമാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഓരോ കാര്യങ്ങളിലും വ്യക്തത വരുത്തുന്നു. അങ്ങനെ വ്യക്തത വരുത്തി ഉറപ്പുവരുത്തിയ ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ആരാ ഇങ്ങോട്ട് പറഞ്ഞത്? പാർട്ടി നടപടിയാവുന്നല്ല. എന്ത് കണക്ക് അവിടെ അവതരിപ്പിക്കലോ? നിങ്ങൾ ഈ ഇതെല്ലാം നിങ്ങളെന്തോ പാർട്ടി കമ്മിറ്റി ഇരിക്കുന്ന പോലെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല നടപടി. കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഒരു ആരോപണം, ഈ ധനരാജ് ഫണ്ടിനകത്ത് അവതരിപ്പിച്ച കണക്കില് 8 ലക്ഷം രൂപ വക്കീലിന് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. അത് പെരുമ്പ കേസുമായി ബന്ധപ്പെട്ടാണ്. അതിനുവേണ്ടി ഫണ്ട് വേറെ പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ധനരാജ് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ നോട്ടിലുള്ളതാണ്. ഏതാ? അതെനിക്കറിയില്ല. വേണം ഞാൻ നോക്കാം, പരിശോധിച്ചു. എനിക്കറിയില്ല. അതേ ആളെയാണ് പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കുന്നു, ജില്ലാ കമ്മിറ്റി അംഗമാക്കുന്നു. അതിനൊരു വൈരുദ്ധ്യം. അതായത് പാർട്ടി എല്ലാ ഘട്ടത്തിലും നടപടി സ്വീകരിക്കുന്ന ഒരാളെ കൊല്ലാൻ വേണ്ടിയല്ല. പാർട്ടിയുടെ നടപടി എന്ന് പറയുന്നത് എന്താ? തെറ്റ് തിരുത്താനാണ്. ഇപ്പം എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ തല വെട്ടി മാറ്റുമല്ല, എനിക്കൊരു മരുന്ന് തരും. ആ മരുന്ന് കുറച്ച് കയ്പുള്ള മരുന്നായിരിക്കും. ആ രോഗം മാറിക്കഴിഞ്ഞാൽ മാറ്റണമല്ലോ, മാറ്റുകയാണല്ലോ ലക്ഷ്യം. നടപടി എന്ന് പറയുമ്പോൾ ടി ഐ മസൂദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. നിങ്ങളീ പറഞ്ഞ കുറേ വിഷയങ്ങൾ വന്നല്ലോ. അതിൽ അവിടെയുള്ള ഒരു പ്രധാന നേതാവ് എന്നുള്ള നിലയിൽ കുറച്ച് സഖാക്കൾ ഇന്ന ആളുകൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി പറഞ്ഞല്ലോ. ടി എം മസൂദനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയില്ലേ? ഇതേ വിഷയത്തിൽ ഒഴിവാക്കിയല്ലോ, നടപടി സ്വീകരിച്ചല്ലോ. അവിടെ എ സി മെമ്പറായിട്ടുള്ള ടി വിശ്വൻ, അദ്ദേഹത്തെ എ സിന്ന് ഒഴിവാക്കിയില്ലേ? നടപടി സ്വീകരിച്ചല്ലോ. ഓഫീസ് സെക്രട്ടറി 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തല്ലോ. അപ്പോൾ ഇതെല്ലാം നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അവർ പാർട്ടീൻ്റെ ഏഴാലത്ത് വരാൻ വേണ്ടി പാടില്ല എന്നുള്ളതല്ല പാർട്ടിയുടെ നിലപാട്. അപ്പോൾ ചില നടപടികൾ ചില ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവും. പക്ഷേ എല്ലാവരെയും പാർട്ടിയുടെ കൂടെ ചേർത്ത്, തെറ്റ് തിരുത്തി പാർട്ടിയുടെ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പാർട്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ ഉൾക്കൊള്ളാനുള്ള എല്ലാ പരിശ്രമവും പാർട്ടി നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതെനിക്കറിയില്ല. നിങ്ങൾക്കറിയെങ്കിലേ പറഞ്ഞു. എനിക്കറിയില്ല. അത് എനിക്കറിയില്ല. ആര്? നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയല്ല. നിങ്ങൾ വെറുതെ അദ്ദേഹത്തെ അവമാനിക്കരുത് കേട്ടോ. വെറുതെ എന്തെങ്കിലും പറയരുത്. അല്ല, പാർട്ടി ഓരോ ഘട്ടത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ആ ഘട്ടത്തിലുള്ള ശരിയാണ്. ആ ശരിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് തീരുമാനം എടുക്കുന്നത്. അത് അന്നത്തെ ശരിയാണ്. അല്ല, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹം മാത്രം ശരിയാണ്, മറ്റുള്ളവരൊക്കെ തെറ്റാണെന്നാണ് ധരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇതിനൊക്കെ ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം പറയുന്ന വാദം എന്താ? ഇപ്പോഴുള്ളവരൊന്നും ആരും എതിർത്ത് പറയില്ല, ആരും വിമർശനം ഉന്നയിക്കില്ല. എന്തുകൊണ്ട് വിമർശനം ഉന്നയിക്കാത്തത്? അവർക്കൊക്കെ മേലെ എത്തണം. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ടി ഐ മസൂദനാണ്. ടി ഐ മസൂദനെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ആ സമയത്ത്. ആ ടി ഐ മസൂദനെ സോപ്പിട്ടതിനെ കൊണ്ട്, അതാണല്ലോ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അദ്ദേഹത്തെ ഒന്ന്
ഇങ്ങനെ സോപ്പിട്ട് നിർത്തിയതിനെ കൊണ്ട് ഇവിടെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിക്കോ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കോ ഏത് കമ്മിറ്റിയിൽ എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.